ഹലോ, ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കാണ്. രാവിലെ തന്നെ കാറിൽ കുറേ ഡിക്കിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് ഞങ്ങൾ ട്രിപ്പ് പോകാനുള്ള പരിപാടിയാണ്. ഇക്കതേ അവസാന ഘട്ട കാർ വാഷിങ്ങിലാണ് ഉള്ളത്. പിന്നെ കുട്ടികളൊക്കെ നല്ല ഹാപ്പിയാണ്. അന്വേഷിച്ചൊക്കെ കുളിച്ച് ഫ്രഷ് ആയിട്ട് സുന്ദരി കുട്ടികളായിട്ട് ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും സീറ്റിന് തല്ലാണ്. രണ്ടുപേർക്കും കിടന്നുറങ്ങണം എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര തല്ലാണ്. അവസാനം ഐഷു കിടന്നുറങ്ങിയിട്ടുണ്ട്, അന്നു ഉറങ്ങിയിട്ടുമില്ല. ഇതേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന വേറെ എവിടേക്കുമല്ല, ജലിയൻ വാലാബാഗ് അതുപോലെ തന്നെ വാഗ ബോർഡർ ഗോൾഡൻ ടെമ്പിൾ, ഈ 3 സ്ഥലം കറങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് ഫുഡ് ഇതേ ഉണ്ടാക്കി ഞാൻ ഡിക്കിയിലിട്ടിട്ടുണ്ടായിരുന്നു. ഒരു നെയ്ച്ചോറും പിന്നെ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ കറിയും മിക്കതേ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുക്കർ അടക്കം കാറിൻ്റെ ഡിക്കിയിലിട്ടിട്ടായിരുന്നു ഞങ്ങൾ പോയത്. അപ്പോൾ അതുകൊണ്ട് അത് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ സ്ഥലം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്ന വഴിക്ക് ഒരു ഹൈവേൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു തണൽ കണ്ടു. ചെറിയൊരു ഫാം ആണെല്ലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ആരുടെ ഫാം ആണെന്നൊന്നും അറിയില്ല. അവിടെ ഇരുന്നിട്ട് ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉള്ളത്. യാത്ര വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ നഗരത്തിലോട്ട് പ്രവേശിക്കുകയാണെന്നുള്ളത് ഈ കവാടം കണ്ടപ്പോൾ മനസ്സിലായി. ഏകദേശം ഇനിയും കുറച്ചുകൂടെ ഉണ്ട് ദൂരം. എത്തി കാറ് പാർക്കിംഗ് ചെയ്യാനുള്ള സ്ഥലമാണ് ഇവിടെ കാണുന്നത്. ജാലിയൻ വാലാബാഗ് അതുപോലെ തന്നെ ഗോൾഡൻ ടെമ്പിളും സന്ദർശിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കാർ പാർക്കിംഗ് ചെയ്യാനുള്ള ഒരു സൗകര്യമാണ് ഈ കാണുന്നത്. ഇതൊരു 4 നിലകളിലായിട്ട് നമുക്ക് കാർ പാർക്കിംഗ് ചെയ്യാം. നമ്മൾ 2nd ഫ്ലോറിലാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. ഏകദേശം 12 മണിക്കൂർ 30 രൂപ മാത്രമേ ആവുന്നുള്ളൂ. കാർ പാർക്ക് ചെയ്ത് പുറമേ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഈ വഴിയിലൂടെ വേണം നമുക്ക് ജാലിയൻ വാലാബാഗ് നടന്ന സ്ഥലത്തോട്ടും ഗോൾഡൻ ടെമ്പിളിലോട്ടും പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴി വലിയൊരു ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ അടുത്തായിട്ട് ഒരുപാട് കടകളും ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിന് മുമ്പിലായിട്ട് അന്വേഷിച്ച് ഇങ്ങനെ പോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോട്ടോക്ക് വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് ചെറിയൊരു റിക്ഷ പോലെ കണ്ടോ. ഈ റിക്ഷ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നടന്നു പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഈ റിക്ഷയിൽ കയറിയിട്ട് അവരവിടെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യുകയൊക്കെ ചെയ്യും. നടന്നു പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അവിടെ നിന്നിട്ട് അന്വേഷണയും കൂടെ കുറഞ്ഞ 2 ഫോട്ടോസൊക്കെ ഇങ്ങനെ വെറുതെ പോസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സൈഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്, പഞ്ചാബികളുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ, അവർ യൂസ് ചെയ്യുന്ന ചെരുപ്പുകൾ, പിന്നെ അവരുണ്ടാക്കിയ ശില്പങ്ങൾ, അവരുടെ ബാഗുകൾ, പിന്നെ വളകൾ, അവരുപയോഗിക്കുന്ന തൊപ്പികൾ, പിന്നെ അവിടെയുള്ള ട്രഡീഷണൽ ഫുഡുകൾ, പിന്നെ നല്ല ഭംഗിയുള്ള കമ്മലുകളൊക്കെ കണ്ടോ, നല്ല ഭംഗിയുണ്ട്, നിറയെ വളകൾ. നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഇവിടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ ജാലിയൻ വാലാബാഗിന്റെ മുമ്പിലാണ് എത്തിച്ചേർന്ന് കിടക്കുന്നത്. ഏറ്റവും വലിയ അത്ഭുതം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സന്ദർശന ഫീസ് ഇല്ല, നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. ഇത് കയറുന്നതിനുള്ള എൻട്രൻസ് ആണ് ഈ കാണുന്നത്. 2 സൈഡിലും ഒരുപാട് പ്രതിമകൾ, ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ശില്പങ്ങളുടെ 2ന്റെ നടുവിലൂടെ വേണം പോകാൻ വേണ്ടിയിട്ട്. ഇന്ത്യയിലെ ട്രഡീഷണൽ വസ്ത്രം എടുത്ത ഒരുപാട് സ്ത്രീകളെയും പുരുഷന്മാരെയും കർഷകരെയും മറ്റുള്ള ഒരുപാട് ആളുകളെ നമുക്ക് ഈ ഇതിനകത്തൂടെ കാണാം. നമ്മളിത് ജാലിയൻ വാലാബാഗിന്റെ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു 4 ടൈപ്പുള്ള ഗ്യാലറികളുണ്ട്. 4 ടൈപ്പ് ഒരു ഗ്യാലറി ഉണ്ട്. ഫസ്റ്റ് ഗ്യാലറിയിലോട്ടാണ് നമ്മളിപ്പോൾ ഫസ്റ്റ് കയറുന്നത്. അന്ന് നടന്ന സംഭവങ്ങൾ വിവരിക്കുന്ന ഒരു ഡിസ്പ്ലേ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേ കഴിഞ്ഞിട്ട് ചെറിയൊരു തിയേറ്റർ മോഡുള്ള ഒരു ഇതുണ്ട്. എന്ന് വെച്ചാൽ അന്ന് നടന്ന സംഭവങ്ങളുടെ തന്നെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പോലെ നമുക്ക് ഇതിനകത്തുനിന്ന് കാണാൻ പറ്റും. പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 2019 ഏപ്രിൽ 13 സമാധാനമായിട്ട് പ്രതിഷേധിക്കാൻ വന്ന 1200 ആളുകളെ ബ്രിട്ടീഷുടെ പട്ടാളം നിഷ്കരുണമായി കൊലപ്പെടുത്തിയിട്ടുള്ള ഒരു ചരിത്രമാണ് ജാലിയൻ വാലാബാഗിന് പറയാനുള്ളത്. അതിൻ്റെ ഒരു കഥയാണ് ഈ ഡിസ്പ്ലേയിൽ കാണപ്പെടുന്നത്. 2019 ഏപ്രിൽ 13 നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ താഴെയുള്ള മറ്റൊരു ഗ്യാലറിയിലോട്ടാണ് കടന്നത്. ഈ ഗ്യാലറിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഗ്യാലറികളും AC എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സന്ദർശന ഫീസ് ഇല്ല. പിന്നെ ബാത്റൂം പോലുള്ള ഫെസിലിറ്റീസും മറ്റുമൊക്കെ ഉണ്ട്. ഇതിനകത്തൊക്കെ മുഴുവൻ അന്നത്തെ കാലത്ത് വന്ന പത്ര കട്ടിങ്സും ഒരുപാട് ആളുകൾ ജാലിയൻ വാലാബാഗിനെ പറ്റിയിട്ട് എഴുതിയതും ഒരുപാട് ആളുകളുടെ സന്ദേശം, അന്ന് നടന്ന സംഭവങ്ങളും അന്ന് മരിച്ചുപോയ ആളുകളുടെ കാര്യങ്ങളൊക്കെയാണ് ഈ ഗാലറിനകത്ത് പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു പ്രത്യേകത ഈ ഒരു ഗാലറിൻ്റെ എന്ന് വെച്ചാൽ ഓരോ ഗ്യാലറിയിലും വാൾ ലേസർ ഷോ കാണുന്നുണ്ട്. ഈ വാൾ ലേസർ ഷോയിൽ കാണപ്പെടുന്ന വെച്ചാൽ ഭഗത് സിംഗ് പോലുള്ള ധീരദേശാഭിമാനികളെ പറ്റിയിട്ടുള്ള ഒരു കഥയാണ് പറയുന്നത്. ഇത് നോക്കിയേ, ഇതാണ് നമ്മുടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു സംഭവം. ഷഹീദി വാൾ എന്നറിയപ്പെടുന്ന 200 ആളുകൾ മരിച്ച ഒരു കിണർ. അതായത് അന്ന് കൂട്ടക്കൊല നടത്തുമ്പം ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 4 ഭാഗത്തുനിന്നും ആക്രമണം ഉണ്ടായ സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആളുകൾ അവിടെ കണ്ട കിണറ്റിൽ കിടന്ന് ചാടുകയുണ്ടായത്. അപ്പോൾ കിണറ്റിലകപ്പെട്ട 200 ആളുകളെയും പട്ടാളക്കാർ വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത്. ഇത് കാണുന്നത് അന്നത്തെ സംഭവത്തിൽ ഉണ്ടായിട്ടുള്ള വെടിയുണ്ടകൾ തറച്ച പാടുകളാണ് കാണപ്പെടുന്നത്. ഈ സ്ക്വയർ ബോക്സിലൊക്കെ കാണപ്പെടുന്നത്. അന്നത്തെ ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ മതിൽ ചാടി കിടക്കാനായിരുന്നു ശ്രമിച്ചിരുന്നത്. പക്ഷെ ആരും രക്ഷപ്പെട്ടിട്ടില്ല, എല്ലാവരും മരിക്കുകയാണ് ചെയ്തത്. ഇതാണ് അതിൻ്റെ അടുത്തുള്ള തൊട്ടപ്പുറത്തുള്ള ഗാലറി. ഇതും എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരുപാട് പ്രതിമകളും മറ്റുമൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത്. ഈ ചിത്രത്തിൽ കാണുന്ന ആളാണ് നമ്മുടെ അന്നത്തെ പഞ്ചാബ് ഗവർണർ മൈക്കിൾ ഓഡ്വയർ എന്നാണ് ഇയാളുടെ പേര്. ഇദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞുതരാം.
തൊട്ടപ്പുറത്ത് കാണപ്പെടുന്ന സംഭവം കണ്ടോ, ഇതാണ് അതിൻ്റെ ചരിത്ര സ്മാരകം. അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുന്നേ തന്നെ പോകുന്ന വഴിയിലായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ബുള്ളറ്റുകൾ തറച്ച പാടുകൾ, ഈ വോള് കണ്ടോ, ഈ വോളിൽ ബുള്ളറ്റുകൾ തറച്ച പാടുകളാണ് ഈ ഒരു സ്ക്വയറിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. അന്വേഷണം സംശയങ്ങൾ ഒട്ടും തീരുന്നില്ല. അവരങ്ങനെ ഇക്കാനോട് സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ സ്ഥലം നോക്കിയേ, ഈ സ്ഥലത്ത് നിന്നിട്ടാണ് പട്ടാളക്കാർ നമ്മുടെ ഇന്ത്യയിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രതിഷേധിക്കാൻ വന്ന ആളുകളുടെ മേലിൽ നിറവേച്ചത്. ഈ ഒരു നന്നായിട്ട് ശ്രദ്ധിക്കണേ. അന്നത്തെ പഞ്ചാബ് കൂട്ടക്കൊലയ്ക്ക് കാരണമായിട്ടുള്ള പഞ്ചാബ് ഗവർണർ മൈക്കൽ ഒ ഡുവറിനെ 21 വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിൽ പോയി വെടിവെച്ച് കൊന്ന ഉദ്ധം സിംഗിന്റെ വാക്കുകളാണ് ഈ ശിലയിൽ ആലേപനം ചെയ്തിട്ടുള്ളത്. ഉദ്ധം സിംഗ് ആരാന്നുള്ളത് അതിന്റെ ഫോട്ടോസൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. ഈ വീഡിയോന്റെ അവസാനം ഉണ്ട് കേട്ടോ. പിന്നെ അന്നത്തെ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പട്ടാള മേധാവിയായിരുന്നു ജനറൽ ഡയർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം 1927 ജൂലൈ 23 അന്തരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നതാണ് ആ സ്മാരകശില, ജലിയൻ വാലാബാഗിന്റെ സ്മാരകശിലയാണ് ബാക്കിൽ കാണപ്പെടുന്നത്. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ചെറിയൊരു ഗോപുരം പോലുള്ള സ്ഥലമുണ്ട്. അവിടെ ഇതുപോലെ തന്നെ ഒരുപാട് ബുള്ളറ്റുകൾ തറച്ച പാടുകൾ നിറയെ കാണപ്പെടുന്നത്. 1200 ആളുകളാണ് ഇതിനകത്ത് മരിച്ചത്. ഒന്ന് ഓർത്ത് നോക്കണം. യാതൊരു പ്രകോപനവും ഇല്ലാണ്ട് സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാൻ വന്ന ആളുകളെയാണ് നിഷ്കരുണം പട്ടാളക്കാർ, ബ്രിട്ടീഷിന്റെ പട്ടാളക്കാർ കൊന്നൊടുക്കിയത്. ഉദ്ധം സിംഗ് നേരത്തെ ഞാൻ പ്രഖ്യാപിച്ചല്ലോ. ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു ഹീറോ ആണ്. ശരിക്കും പഞ്ചാബികൾക്കിടയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മൊത്തം ഒരു ഹീറോ ആണ് ശരിക്കും അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞുതരാം. ഇതാണ് ആ സ്മാരകശില. അത് ചുറ്റും ഇങ്ങനെ തടാകം പോലെ ഇങ്ങനെ കെട്ടിവെച്ചേക്കാണ്. അന്വേഷണം ഒരുപാട് സംശയങ്ങളാണ് ഇതിനെ പറ്റിയിട്ട്. എന്തിനാണ് അവരെ കൊലപ്പെടുത്തിയത്, എന്താ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അതിനെപ്പറ്റി സംശയം ചോദിച്ചുകൊണ്ട് കിടക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. തിരിച്ച് ഞങ്ങൾ പോകാനുള്ള പരിപാടിയിൽ നിൽക്കുന്ന സമയത്താണ് ലാസ്റ്റ് ഒരു ഗാലറി കൂടെ ഉണ്ട്, 4ാമത്തെ ഗാലറി. അപ്പോൾ ആ ഗാലറിയിലൂടെ ഒന്ന് കയറിയിട്ട് അവിടെ കണ്ടിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ്. അവിടെയാണ് നമ്മുടെ ഉദ്ധം സിംഗിൻ്റെ ഫോട്ടോസും മറ്റൊക്കെ ഉള്ളത്. ശരിക്കും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ ജീവിതം ഒരു സിനിമ ആക്കിയിട്ടുണ്ട് ഉദ്ധം സിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പേരിൽ. നമ്മൾ ഈ ഗാലറിയിൽ കയറുന്നതിന് തൊട്ട് മുന്നിട്ട് ഒരു അമർജ്യോതി എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? ഓക്കെ, നമ്മൾ അവസാനത്തെ ഗാലറിയിലാണ്. പഞ്ചാബിലെ ദേശാഭിമാനികളുടെ ഒരുപാട് ഫോട്ടോസും അവരുടെ ഡിസ്ക്രിപ്ഷനൊക്കെയാണ് ഇതിനകത്തുള്ളത്. ഉദ്ധം സിംഗ് അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണിത്. അദ്ദേഹത്തിന്റെ അവശേഷിപ്പുകളാണ് തൊട്ടപ്പുറത്ത് കാണപ്പെടുന്നത്. 1940 മാർച്ച് 13 ഉദ്ധം സിംഗ് മൈക്കൽ ഒ ഡുവറിനെ പോയിട്ട് കൊലപ്പെടുത്തുന്നത്. പിന്നീട് അദ്ദേഹത്തിന് 1940 ജൂലൈ 31 ലണ്ടൻ സർക്കാർ അദ്ദേഹത്തെ തൂക്കിലേറ്റി അവിടെ തന്നെ അടക്കം ചെയ്യുകയും ചെയ്തു. പിന്നീട് ജൂലൈ 19 1974 അദ്ദേഹത്തിന്റെ അവശേഷിപ്പുകൾ ഇന്ത്യയിലോട്ട് കൈമാറിയത്. അങ്ങനെ ഇന്നത്തെ യാത്ര ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഈ ഭൂമിയിലൂടെ. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ മറ്റുടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.